നമസ്കാരം. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 2-3 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻട്രൻസിന് ചോദിക്കുന്ന അടിപൊളി പ്രോബ്ലംസുകളാണ്. നമുക്കിപ്പോ കീം, NDA, കുസാൽ ഇതൊക്കെയാണ് നമുക്ക് വരാൻ പോകുന്ന എൻട്രൻസുകൾ. ഇതിലൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, മീൻസ് ഇതിന് നല്ലൊരു റാങ്ക് നേടണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ക്രാക്ക് ചെയ്യാന്നൊക്കെ പറയും. അത് നമുക്കൊരു നല്ല റാങ്ക് കരസ്ഥമാക്കുന്നതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ചെറിയൊരു പഠിത്തം കൊണ്ടൊന്നും പറ്റില്ല. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തി ഞാൻ ഇത്രേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇതിനൊന്നും ലിമിറ്റ് ഇല്ലാതെ എത്രത്തോളം സമയം നിങ്ങൾ ഇതിന് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള റിസൾട്ട് അവിടെ ഉണ്ടാവും. അപ്പൊ റിസൾട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് കൂട്ടണം. കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകളും പുതിയ ട്രിക്സുകളും ഒക്കെ പഠിക്കാൻ മെനക്കെട്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലൂടെ കയറാം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എല്ലാ കാര്യങ്ങളും ക്ലാസ്സസും അതിനോടൊപ്പം തന്നെ മെറ്റീരിയൽസും പിന്നെ ഷോർട്ട് ട്രിക്സും ഷോർട്ട് കട്ട്സും എല്ലാം കിട്ടിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് 1 ഇയർ അടുത്ത വർഷത്തേക്കുള്ള എല്ലാ ക്ലാസ്സുകളും, മീൻസ് ഈ വർഷം ഇനി NDA ക്ലാസ് ഉണ്ട്, എക്സാം ഉണ്ട്, അതിന് ജോയിൻ ചെയ്യാം. അത് അടുത്ത വർഷമൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ ഇപ്പോഴേ 1 വർഷം മുമ്പേ പഠിച്ചു തുടങ്ങിയാൽ പ്രയോജനം ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്റ്റാർട്ട് ചെയ്യാം. If f of x equal to log root of 1 plus x square plus x, then f of x is even function, odd function, periodic function, none of this. ഈ ഫംഗ്ഷൻ ഇതിൽ ഏത് ടൈപ്പ് ഫംഗ്ഷൻ ആണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനുള്ള ഓരോരുത്തരെ അറിയാമെങ്കിലല്ലേ ഇത് ഏത് ടൈപ്പ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഈവൻ ഫംഗ്ഷൻ ആകുന്നതിനുള്ള കണ്ടീഷൻ നോക്കാം. ഒരു ഫംഗ്ഷൻ ഈവൻ ആകണമെങ്കിൽ f of minus x equal to f of x ആയാൽ മതി. f of minus x equal to f of x മീനിങ് എന്ന് പറഞ്ഞാൽ ഈ എക്സിന്റെ പ്ലേസിലെല്ലാം മൈനസ് എക്സ് എന്ന് മാറ്റി കൊടുത്താലും ഫംഗ്ഷൻ ഒരു മാറ്റമില്ലാതെ പഴയത് തന്നെ കിട്ടണം. അപ്പോഴാണ് ആ ഫംഗ്ഷൻ ഈവൻ ആവുന്നത്. ഇപ്പൊ എക്സ് സ്ക്വയർ ഒരു ഈവൻ ഫംഗ്ഷനാണ്. കാരണം എക്സ് സ്ക്വയർ എന്നുള്ളത് എക്സിന്റെ പ്ലേസിൽ മൈനസ് എക്സ് ആക്കിയാൽ പിരിച്ച് എക്സ് സ്ക്വയർ തന്നെ കിട്ടത്തുള്ളൂ, മൈനസ് പുറത്ത് വരില്ല. അതുകൊണ്ട് എക്സ് സ്ക്വയർ എന്താണ്, ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അതുപോലെ കോസ് എക്സ് മറ്റൊരു ഈവൻ ആണ്. നെക്സ്റ്റ് ഓഡ്. ഓഡിന്റെ കണ്ടീഷൻ എല്ലാവരും നോക്കുക. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ് കണ്ടീഷൻ. ഈ എക്സിന്റെ പ്ലേസിൽ മൈനസ് എക്സ് എന്നാക്കി മാറ്റി ചെയ്യുമ്പോൾ പഴയ ഫംഗ്ഷൻ തന്നെ കിട്ടും, ഈ ഫംഗ്ഷൻ തന്നെ കിട്ടും. ഒന്നുകൂടെ പറയാം, ഈ എക്സിന്റെ പ്ലേസിൽ മൈനസ് എക്സ് എന്നാക്കി മാറ്റി കൊടുക്കുമ്പോൾ ഇത് തന്നെ തിരിച്ച് ആൻസർ കിട്ടും, പക്ഷെ പുറത്ത് മൈനസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ മൈനസ് പുറത്ത് വരത്തില്ല, ഇവിടെ മൈനസ് പുറത്ത് വരും. അപ്പൊ മൈനസ് പുറത്ത് വന്നാൽ ഓഡ്, മൈനസ് പുറത്ത് വന്നില്ലെങ്കിൽ ഈവൻ. ഓക്കെ, അപ്പോൾ മൈനസ് എഫ് ഓഫ് എക്സ്. ഇപ്പോഴാണ് ഈ ഫംഗ്ഷൻ എന്താവുന്നത്, ഓഡ്. അല്ലെങ്കിൽ ഇത് ഇപ്പൊ വന്നാൽ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ 0 ഇങ്ങനെ ആയാലും മതി കേട്ടോ. എഫ് ഓഫ് എക്സും എഫ് ഓഫ് മൈനസ് എക്സും ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടിയാലും വി സേ ദാറ്റ് ഫംഗ്ഷൻ ഈസ് കോൾഡ് ഓഡ്. ഓക്കെ, നെക്സ്റ്റ് പീരിയോഡിക് ഫംഗ്ഷൻ. പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി പ്ലസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് കേട്ടോ. വേർ ടി ഈസ് പീരിയഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ നമ്മളിപ്പോ സൈൻ എക്സിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ പോയിട്ട് തിരിച്ചു വന്നു, പിന്നെ ഇതേപോലെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേപോലെ പോകുമ്പോഴാണ് എന്താവുന്നത്, ഒരു ഫംഗ്ഷൻ പീരിയഡിക് ആവുന്നത്. അപ്പൊ എവിടം തൊട്ട് എവിടം വരെയാണ് ആദ്യത്തെ ആ റൗണ്ട് എന്ന് പറഞ്ഞാൽ നോക്കിക്കുക. ഒരു എക്സാമ്പിൾ കാണിച്ചാൽ നോക്കിക്കോണേ. നമ്മളിപ്പോ സൈൻ എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും കൊണ്ട് വരച്ച് നിർത്തുക. കാരണം എന്തുകൊണ്ടാ, ഇനി വരച്ചാൽ പിന്നെ നമുക്ക് ഇതേപോലെ പിന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് കണ്ടോ, ഒരു ഫസ്റ്റ് കണ്ട ഇങ്ങനെ വന്നിട്ട് തിരിച്ച് ഇതേപോലെ തന്നെ ഇവിടുന്ന് പിന്നെ ഇങ്ങനെ തുടങ്ങി പിന്നെ പോവാം കണ്ടല്ലോ. പിന്നെ ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതുകൊണ്ടാണ് അതിനൊരു പീരീഡ് ഫംഗ്ഷൻ ആണ്. അതിന്റെ പീരീഡ് 0 to 2π ആണ്. അപ്പൊ നമ്മുടെ 2π ആണ് അതിന്റെ പീരീഡ്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഇതിൽ ഏത് ടൈപ്പ് ഫംഗ്ഷൻ ആണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റനില് ലോഗിന്റെ ഒരു ക്വസ്റ്റൻ ആണ്. ലോഗിന്റെ ക്വസ്റ്റനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, അതിന്റെ ലോഗിന്റേതായിട്ടുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തെങ്കിൽ ആ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് വരുമ്പോൾ ലോഗ് ഓഫ് റൂട്ടിനുള്ളിലുള്ള ഈ എക്സ് എല്ലാം മൈനസ് എക്സ് ആവും. അപ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നുള്ളത് മൈനസ് എക്സിന്റെ സ്ക്വയർ, മൈനസ് എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ തന്നെയാണ്. പക്ഷേ ഈ പ്ലസ് എക്സ് എന്താവും, മൈനസ് എക്സ് ആവും. എന്നുള്ള പറയാം, ഈ എക്സും മൈനസ് എക്സ് ആവും, ഈ എക്സും മൈനസ് എക്സ് ആവും. പക്ഷേ ഈ എക്സിന് മൈനസ് ഒന്നുകൊണ്ട് പ്രശ്നമില്ല, സ്ക്വയർ ഉള്ളതുകൊണ്ട് മൈനസ് പുറത്ത് വരില്ല. പക്ഷെ ഈ പ്ലസ് എക്സ് എന്നുള്ള ഈ എക്സ് മൈനസ് എക്സ് ആവുമ്പോൾ ഈ പ്ലസ് മാറി എന്താവും, മൈനസ് ആവും. നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു ലോഗ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ലോഗ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു ഇത് പ്ലസ് ഇത്. ലോഗിന്റെ പ്രോപ്പർട്ടി എല്ലാവർക്കും അറിയാം.
ലോഗ് എ പ്ലസ് ലോഗ് ബി ഈക്വൽ ടു ലോഗ് ഓഫ് എ പ്ലസ് ബി അല്ല, ലോഗ് ഓഫ് എ ഇൻറ്റു ബി ആണ് കേട്ടോ. എല്ലാവരും അറിയാതെ ഇങ്ങനെ പറഞ്ഞു, ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗ് ഓഫ് എ ഇൻറ്റു ബി. അപ്പൊ ഇവിടെ എന്താണ് ലോഗ് ഓഫ് എ ലോഗ് ഓഫ് ബി. ഇയാള് എ ഇത്രയും ബി ആണ്. ഓക്കെ, ഇയാള് നമ്മൾ എ ആയിട്ട് എഴുതണം, ഇത്രയും ബി ആയിട്ട് എഴുതിയാൽ log of a into b, that is log of root of 1 plus x square plus x into root of 1 plus x square minus x equal to log of, നോക്കിക്കേ, log of a into b. ഈ രണ്ട് ടേംസിനെ കണ്ടാൽ എന്തുപോലെ നമ്മുടെ പഴയ ഐഡന്റിറ്റി a plus b into a minus b. What is a plus b into a minus b? a square minus b square. അപ്പൊ root 1 plus x square the square മൈനസ് എക്സ് സ്ക്വയർ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇത്രയും ബി. അപ്പോൾ എ പ്ലസ് ബി എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ്, ഇവിടെ ഈ റൂട്ടും സ്ക്വയറും നമ്മൾ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും, മൈനസ് എക്സ് സ്ക്വയർ വരും, എക്സ് സ്ക്വയർ ക്യാൻസൽ ആയി, ബാക്കി log 1 ന്റെ വാല്യൂ എത്ര കിട്ടി? 0. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? f of x plus f of minus x equal to 0. Then we say that function is എന്താണ്? odd function ആണല്ലോ. odd function ആകാൻ f of x ഉം f of minus x ഓടെ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടിയാൽ ആ ഫംഗ്ഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? odd function. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഈ ക്ലാസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയപ്പെടാത്തതാണേലും മാക്സിമം ആൾക്കാരോടൊന്ന് ഷെയർ ചെയ്യാം. കാരണം പല ക്വസ്റ്റ്യൻസുകളും പഠിക്കുന്നത് പലരും അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന പല രീതിയിൽ കൂടെയാണ്. ഇത് മനസ്സിലായെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇന്റഗ്രേഷനിൽ നിന്നുള്ളതാണ്. ഇന്റഗ്രൽ -5 to +5 4 മൈനസ് മോഡുലസ് എക്സ് ഡി എക്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ മോഡുലസ് കണ്ടതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം അല്ലേ? ശരിയാ, മോഡുലസ് എക്സിനെ കാണുമ്പോഴേ നമുക്ക് ചെയ്യാനുള്ള മെത്തേഡേ മാറും. ഈ മോഡുലസും അതുപോലെ ലിമിറ്റും ഇത് തമ്മിൽ കമ്പൈൻ ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ എപ്പോഴും ഉണ്ടാവും. ഇതിന്റെ കോമ്പിനേഷൻസുകൾ ഒത്തിരി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യുന്ന ഈ ലിമിറ്റിന്റെ പ്രത്യേകത ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലത്തിനെ ഒരു പ്രത്യേക രീതിയിൽ കൂടെ എളുപ്പത്തിലാക്കി ചെയ്യാം. കണ്ടോ, -5 to +5 മൈനസ് a to +a ആ മാതിരി. ഈ 4 മൈനസ് മോഡുലസ് എക്സ് ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, മോഡുലസ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. 4 മൈനസ് മോഡുലസ് എക്സും മറ്റൊരു എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇവിടെ ഈവൻ ഫംഗ്ഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെ, ഇന്റഗ്രൽ -a to +a f of x equal to 2 into integral 0 to a f of x dx if f of x is odd. Sorry, even. f of x ഈവൻ ആണെങ്കിൽ ഇതിനെ നമുക്ക് 2 times of 0 to a എന്ന് എഴുതാം കേട്ടോ. -a to +a എന്നുള്ളതിനെ 2 times of 0 to ഇങ്ങനെ. ഇതാണ് -a, ഇതാണ് +a, ഇതിനിടയ്ക്ക് 0 ഉണ്ട്. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടം വരെ ആണെങ്കിൽ നമുക്ക് ഇത് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടം വരെ ഉള്ളതിന്റെ 2 times എടുത്താൽ മതി. അപ്പൊ ഇവിടത്തെയും കൂടെ ആയിക്കോളും കേട്ടോ. ഇപ്പൊ ഇത് ചെയ്യേണ്ട, ഇത് മാത്രം ചെയ്തിട്ട് ഇരട്ടി എടുത്താൽ മതി. ഇത് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് 0 ആയി പോകും കേട്ടോ. ഈവൻ ആണെങ്കിൽ നമുക്ക് 2 times. അപ്പൊ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 2 into ഇന്റഗ്രൽ 0 to 5 4 മൈനസ് മോഡുലസ് എക്സിനെ മാറ്റി വെറും എക്സ് ആക്കിയാണ് കേട്ടോ. മോഡുലസ് എക്സിന് രണ്ട് വാല്യൂസ് ഉണ്ട്, പ്ലസ് ഓർ മൈനസ് എക്സ് ഉണ്ട്. ഞാനിവിടെ പ്ലസ് എക്സ് എടുത്താണ് ചെയ്യുന്നത്, കാരണം ഇതിൽ ഈവൻ ആയതുകൊണ്ട് മോഡുലസ് എക്സിന് പ്ലസ് എക്സ് എടുത്ത് ചെയ്യാം, മൈനസ് എക്സ് എടുത്തും ചെയ്യാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് പ്ലസ് എക്സ് എടുത്ത് ചെയ്യുമ്പോൾ 0 to 5 ചെയ്യുന്നതായിരിക്കും നല്ലത്. മറ്റേതാണെങ്കിൽ നമുക്ക് തിരിയും. അതുകൊണ്ട് ഇത് വേണ്ട, ഇതായിരിക്കും നല്ലത്. അപ്പൊ മോഡുലസ് എക്സിന്റെ പ്ലസ് വാല്യൂ എടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്, 0 to 5 ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അല്ലെങ്കിൽ മോഡുലസ് എക്സിന്റെ മൈനസ് എക്സ് എടുക്കുമ്പോൾ ലിമിറ്റ് ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ 2 into ഇന്റഗ്രൽ 0 to 5 4 മൈനസ് എക്സ് ഡി എക്സ്. ഇനി നമ്മൾ സാധാരണ പോലെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. 4 ഇന്റഗ്രൽ 4x എക്സിന് ഇന്റഗ്രൽ x²/2 ഓവർ ദ ലിമിറ്റ് 0 to 5. ദാറ്റ് ഈസ് 2 into 5 കൊടുക്കുമ്പോൾ 4 into 5 20 മൈനസ് 25/2 കേട്ടോ, മൈനസ് 0. ഈ എക്സിനും 5 ആവും. അപ്പൊ 4 into 5 20, x² 5²/2, 0 കൊടുക്കുമ്പോൾ 0 ആവും. ആൻസർ വരുമ്പോൾ ദാറ്റ് ഈസ് 2 into 20 minus 25/2, 2 into 20 40 minus answer is 15/2, 2 cancel, answer is എത്രയാണ്? 15. ഓക്കെ ആണല്ലോ. അപ്പൊ വളരെ ഈസി ആയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ പഠിച്ചാൽ നെക്സ്റ്റ് നമുക്ക് ഏത് ക്വസ്റ്റ്യനെ ഇതേപോലെ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പഠിക്കാൻ പറ്റും. പക്ഷെ വർക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കിട്ടാനാണ് പ്രശ്നം. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.